പുൽവാമയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അവധി റദ്ദാക്കി മടങ്ങിയെത്താൻ കര, നാവിക, വ്യോമസേന അംഗങ്ങൾക്ക് കേന്ദ്ര പ്രതിരോധ വകുപ്പ് നിർദ്ദേശം നൽകി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാം മിന്നലാക്രമണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നതായി അഭ്യൂഹമുണ്ട്. ഭീകരർക്കെതിരെ നടപടിയെടുക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. സുരക്ഷാ ഏജൻസികളുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രത്യേക ചർച്ചയും നടത്തിയിരുന്നു. അതേസമയം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് അതിർത്തിയിൽ ശക്തി പ്രകടനത്തിനൊരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ന് വ്യോമസേന നടത്തുന്ന അഭ്യാസ പ്രകടനത്തിൽ 137 യുദ്ധവിമാനങ്ങളും സായുധ ഹെലികോപ്റ്ററുകളും അണിനിരക്കും. വായുശക്തി എന്ന് പേരിട്ട അഭ്യാസ പ്രകടനങ്ങൾ നേരത്തെ നിശ്ചയിച്ചിരുന്നതാണെങ്കിലും ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് കൂടിയാണിത്. പുൽവാമ ജില്ലയിൽ നടന്ന ഭീകരാക്രമണത്തിൽ CRPF ജവാന്മാർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ 7 പേരെ ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പുൽവാമ, അവന്തിപുര എന്നിവിടങ്ങളിൽ നിന്നുമാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ 7 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവം നടന്ന സ്ഥലത്തു നിന്നും പരിശോധനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ ദേശീയ അന്വേഷണ ഏജൻസിയും ഫോറൻസിക് സംഘവും ശേഖരിച്ചിട്ടുണ്ട്. കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത പരിശോധന ശനിയാഴ്ചയും തുടരും. തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ വ്യാഴാഴ്ച നടന്ന ചാവേർ ആക്രമണത്തിൽ 40ഓളം സൈനികരാണ് കൊല്ലപ്പെട്ടത്. 10ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. വ്യാഴാഴ്ച വൈകിട്ട് 3:30ഓടെയായിരുന്നു ചാവേർ ആക്രമണം. ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് വരികയായിരുന്ന സൈനിക വാഹനത്തിന് നേരെ ഭീകരൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയായിരുന്നു ആക്രമണം. ജമ്മു കാശ്മീരിൽ 44 ജവാന്മാരെ കൂട്ടക്കൊല ചെയ്ത പാക് ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ കേന്ദ്ര സർക്കാർ ഭീകര സംഘടനകളെ പോറ്റുന്ന പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനും നീക്കം തുടങ്ങി. തിരിച്ചടിക്കാനുള്ള സമയവും സ്ഥലവും പ്രഹരം എങ്ങനെ വേണമെന്നും സൈന്യത്തിന് തീരുമാനിക്കാമെന്നും ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ പറഞ്ഞു. പ്രതികാരം ചെയ്യുമെന്ന് CRPFും പ്രഖ്യാപിച്ചു. കോൺഗ്രസ് അടക്കമുള്ള ദേശീയ പാർട്ടികൾ കേന്ദ്ര സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. സ്ഥിതി ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ ഉപസമിതിയുടെ അടിയന്തര യോഗം പാകിസ്ഥാന് വ്യാപാര ഇളവുകൾ നൽകിയിരുന്ന അതീവ സൗഹൃദ രാജ്യ പദവി പിൻവലിച്ചു. ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷണർ സൊഹൈബ് മെഹബൂദിനെ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും നിർത്തിവെച്ചേക്കും. UN രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗ രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികളുമായി ഇന്ത്യ ഇന്നലെ ചർച്ച നടത്തി. അവയിൽ അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ഫ്രാൻസും ഇന്ത്യക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഭീകരാക്രമണത്തെ അപലപിച്ച ചൈന ജെയ്ഷെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ അഭ്യർത്ഥന തള്ളി. G20 രാജ്യങ്ങളുടെ പ്രതിനിധികളുമായും ഇന്ത്യൻ സംഘം ചർച്ച നടത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.